വിനോദസഞ്ചാര മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പൂർത്തിയാക്കിയ കുമരകം 4 ഹൗസ് ബോട്ട് ടെർമിനൽ നോക്കുകുത്തിയായി. കോടികൾ ചിലവിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച ടെർമിനൽ ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ്. നിലവിൽ കുമരകം പഞ്ചായത്തിനാണ് ടെർമിനലിന്റെ സംരക്ഷണ ചുമതല. ചിത്തിരക്കായലും വേമ്പനാട്ടുകായലും അതിർത്തി പങ്കിടുന്ന 4 പങ്കിലാണ് ഹൗസ് ബോട്ട് ടെർമിനൽ. പേര് മാത്രമേയുള്ളൂ. ഇവിടെ ഹൗസ് ബോട്ടുമില്ല, വിനോദസഞ്ചാരവുമില്ല. 3.5 കോടിയിലധികം രൂപ ചെലവിട്ട് നിർമ്മിച്ച ടെർമിനൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ 2020 നവംബർ 2-നാണ് തുറന്നുകൊടുത്തത്. 40 ഹൗസ് ബോട്ടുകൾ നിർത്തിയിടാൻ സൗകര്യമുണ്ടെങ്കിലും ശക്തമായ കാറ്റ് തിരിച്ചടിയായി. ഒറ്റ ബോട്ട് പോലും ഇവിടേക്ക് കൊണ്ടുവരാൻ ബോട്ടുടമകൾ തയ്യാറായില്ല. സംരക്ഷണ ഭിത്തി തകർന്നും തറയിലെ ടൈലുകൾ പൊട്ടിയും ടെർമിനൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ്. കുമരകത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവേകുന്ന പദ്ധതി നടപ്പാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഹൗസ് ബോട്ട് കേന്ദ്രീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ പോലും ഹൗസ് ബോട്ട് വരുന്നില്ല. ഹൗസ് ബോട്ട് എത്താത്തതായിരുന്നു. ഇവിടെ സഞ്ചാരയോഗ്യമില്ല, ഇങ്ങോട്ട് വന്നെത്താനുള്ള വഴിയില്ല. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാർ വന്ന് വേമ്പനാട്ടുകായൻ്റെ ഒരു ഭാഗം കണ്ടിട്ട് പോകുന്നതല്ലാതെ ഇതിനൊരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രചാരം ഇതുമായിട്ട് കിട്ടിയിട്ടില്ല. ഇത് ഗവൺമെൻറ് ഒരു പദ്ധതിയായിട്ട് വകയിരുത്തിക്കൊണ്ട് പൈസ മുടക്കിയാൽ മാത്രമേ ഉള്ളൂ ഇത് മുന്നോട്ട് പോകുള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പ്രോജക്റ്റ് വച്ചിട്ടുണ്ടെന്നാണ് കുമരകം പഞ്ചായത്ത് അധികൃതരുടെ അവകാശവാദം. നിലവിൽ ടെർമിനലിന്റെ പരിസരം വൃത്തിയാക്കാൻ ആളെ നിയോഗിക്കുക മാത്രമാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ടർ, കോട്ടയം.